നിങ്ങളുടെ മകൻ എന്റെ 2 കുഞ്ഞുങ്ങളെയും കടത്തിക്കൊണ്ട് വന്നിരിക്കാം. എന്റെ കുഞ്ഞുങ്ങൾ എവിടെയോ? എന്ത് കടത്തിക്കൊണ്ട് വന്നെന്നോ? കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്ക്. എന്തിനാ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നേ? മര്യാദക്ക് എന്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു തന്നേക്ക്. ഇല്ലെങ്കിൽ നിങ്ങളിൽ ഒറ്റ ആളെ ഞാൻ വെറുതെ വിടില്ല. എന്താ വീട്ടിൽ കയറി വന്ന് വരട്ടുക? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? വേണ്ട വിക്രം, എന്റെ കുട്ടികളെ എനിക്ക് തന്നേക്ക്. തരാൻ പറ്റില്ല. നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാ നീ ചെയ്യ. അവര് 2 പേരും ഇനി എന്റെ കൂടെ കഴിയും. ഞാനാ അവരെ വളർത്താൻ പോകുന്നത്. അവരെന്റെ കുട്ടികളാ. എന്റെ കൂടെ അവര് കഴിയേണ്ടത്. ഒരു അമ്മയുടെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ പിരിക്കാൻ ആർക്കും അധികാരമില്ല. എടി നിർത്തടി. നീ അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അമ്മയിൽ നിന്നും മക്കളെ വേർപിരിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. ഒപ്പം നീ എന്തിനാടി എന്റെ മകനെ എന്നിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയത്? പറയാൻ. എന്റെ മകനില്ലാതെ ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നറിയോ? എന്റെ മകനെ നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണം? എന്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ പോയിക്കോളാം. ഇല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന വേറെ ആയിരിക്കും. പോവരുതെന്ന് പറഞ്ഞു കേട്ടില്ലേ? മര്യാദക്ക് നീ ഇവിടുന്ന് പൊയ്ക്കോ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു. എന്റെ അമ്മയുടെ നേരെ കൈയോങ്ങാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യം? വിക്രം വിട്ടേക്ക്. എന്റെ കുട്ടികളില്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന വിചാരിക്കണ്ട. എന്തടി കള്ളക്കണ്ണീര് കാണിച്ച് എന്നെ വശത്തക്കാന്ന് വിചാരിച്ചോ? നിന്നെയുണ്ടല്ലോ. ദേവയാനി വേണ്ട മോളെ, വേണ്ട. വിജി, നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മോനെ എന്റെ മോളെ കൂടി ഒരുമിച്ചിരുത്തി ഒന്ന് സംസാരിച്ച് അവരുടെ 2 പേരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് അവരെ ഒന്നിപ്പിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്തിനാ അവരെങ്ങനെ പിരിക്കാൻ നോക്കുന്നത്? വിജി നിലമോളെ എത്ര കഷ്ടപ്പെട്ട വളർത്തിയെടുക്കുന്നെന്ന് അറിയാലോ നിങ്ങൾക്ക്. നിങ്ങളുടെ 2 പേരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പിള്ളേരെ എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നത്? പിള്ളേരുടെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങള്. അച്ഛനില്ലാത്ത ഒരു കുട്ടിയും അമ്മയില്ലാത്ത ഒരു കുട്ടിയും ഇത്ര നാള് കഷ്ടപ്പെട്ട് ജീവിച്ചില്ലേ? എന്തിനാ കുഞ്ഞു മനസ്സുകൾക്ക് ഇത്രയും വലിയ വേദന കൊടുക്കുന്നത്? നിങ്ങളുടെ 2 പേരുടെ ഇടയിലുള്ള ഈഗോ ഒന്ന് മാറ്റിവെച്ച് സന്തോഷമായിട്ടൊന്ന് ജീവിച്ചൂടെ നിങ്ങൾക്ക്? ഈ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ 2 ആൾക്കും? എന്നെ കൊണ്ട് പറ്റില്ല. അമ്മേ, എന്റെ കുട്ടികളില്ലാതെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല അമ്മേ. അയ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ നീ ഞാൻ പറയുന്നതനുസരിച്ചാ മതി. കുട്ടികളെ ഇങ്ങോട്ട് വന്നേ. കവിൻ, നില, എവിടെ പോയി ഇവര്? കവിൻ, നില, കവിൻ. നില, എന്തു പറ്റി? നില. വിക്രം, അച്ഛാ, കവിനെ നില ഇവിടെ എങ്ങനെ കാണാം? അവര് റൂമിലില്ലേ? അല്ല, മുറിയിലെങ്ങും അവരില്ല. സാറെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ ആവാതെ പിന്നെ എന്ത് ചെയ്യൂടാ? രാജാവായിട്ട് ജീവിച്ചവനാ. എന്നിട്ട് എന്റെ ചേച്ചി എന്നെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ലേ അടിച്ച് പുറത്താക്കിയത്. അത് ആലോചിക്കുമ്പോ എന്റെ രക്തം തിളയ്ക്കുവാടാ. ഞാൻ അനുഭവിച്ച വേദന അവളും ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കണം. അതെനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. അതിന് എന്ത് ഐഡിയ ആണ് സാർ മനസ്സിൽ കണ്ടിരിക്കുന്നത്? ഞങ്ങളത് തീർത്തു തരാം. അങ്ങോട്ട് നോക്ക്. അവളുടെ പേരക്കുട്ടികളാ. അവൾക്ക് അവളുടെ കുടുംബവും ഈ പേരക്കുട്ടികളാ വലുത്. എന്റെ ചേച്ചിക്ക് ഈ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാ ഭയങ്കര ജീവനാ. ആ ജീവനങ്ങ് എടുത്താ അവൾക്ക് മരിക്കുന്നതിനെക്കാട്ടിലും നരകയാതന അനുഭവിക്കേണ്ടി വരും. അതാടാ എനിക്ക് വേണ്ടത്.
ദാ, അവളുടെ പേരക്കുട്ടികൾ എടുത്തോണ്ട് വാടാ. സാറേ കൂടെ ഒരു കൊച്ചു പെണ്ണുണ്ട്, അതിനെന്ത് ചെയ്യും? ഡാ, അതിനും ചേർത്ത് പൊക്കടാ. ഡാ. ഓരോ ചോദ്യങ്ങള്. വാടാ. ചെല്ലടാ. എന്നെ വീട്, എന്നെ വീട്, ഞങ്ങളെ വീട്, എന്താ ഇത്? എന്നെ വീട്, വീട്, ഞങ്ങളെ വീട്. അമ്മേ 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 നിലമോള് എവിടെ മോളെ? ദേ ആ കാറിൽ കടത്തിക്കൊണ്ട് പോന്നു. അയ്യോ അമ്മേ, നില. ചേട്ടാ ചേട്ടാ, ആ കാറുണ്ടല്ലോ, ആ കാറിനെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാ. വിജി, ആരൊക്കെ ഇത്? അവരെയൊക്കെ വിശ്വസിച്ച ഇതേ സംഭവിക്കൂ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. വിജി, വിക്രം വിളിക്കുന്നുണ്ടല്ലോ. അമ്മേ നിക്ക്, പറ മോനെ. നിങ്ങളുടെ മോൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഗുണ്ടകളെ വെച്ച് എന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയത്? കുഞ്ഞുങ്ങളെ അവളെ കൊണ്ടുപോയെന്ന് കരുതി അധികം സന്തോഷിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എന്റെ മക്കൾ എവിടെയുണ്ടെങ്കിലും അവരെ കണ്ടെത്തി എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടാ ഒന്ന് വേഗത്തിൽ പോ. വീട്ടിനകത്ത് കയറി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോവല്ലേ? അയ്യോ മോനെ, ഒരു മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മോൻ ഞങ്ങള് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങളല്ല പിള്ളേരെ കൊണ്ടുപോയത്. വേറെ ആരൊക്കെ ചേർന്ന് പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടോണ്ടിരിക്കുക ഞങ്ങള്. ഞാനും വിജയും കൂടി ഇപ്പൊ ആ കാറിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക മോനെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അതെ മോനെ, ഞാൻ പറയുന്നത് സത്യ. ഞങ്ങൾ ആ കാറിന്റെ പിന്നാലെ തന്നെയുണ്ട് മോനെ. തട്ടിക്കൊണ്ട് പോയത് ആരാണെന്നറിയോ? ആരാന്നറിയില്ല മോനെ. നിങ്ങളെ ലൊക്കേഷൻ എനിക്ക് അയച്ചാ ഞാൻ ഉടനെ അങ്ങ് എത്താം. ഞാൻ ഇപ്പൊ തന്നെ മോനെ അയച്ചു തരാം. വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും എന്ത് ധൈര്യത്തിൽ ആ വിജി എന്റെ പേരക്കുട്ടികൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയത്. അവളെ വെറുതെ വിടാൻ പാടില്ല. ദേവേനി, കുട്ടികളെ കാണാതായതിലും വിജിക്ക് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അപ്പൊ പിന്നെ വേറെന്ത് സംഭവിച്ചു എന്നാ കരുതുന്നേ? അവൾ ഇവിടെ വന്നു പോയതിനു ശേഷല്ലേ കുട്ടികളെ കാണാതായിരിക്കുന്നേ? അപ്പൊ പിന്നെ അവളല്ലാതെ വേറെ ആരാ അത് ചെയ്യ? പറ. ദേവേനി, ആരാ ഫോണില്? ആ ശിവനാ വിളിച്ചോണ്ടിരിക്കുന്നെ. എന്തിനാണ് അവൻ ഫോൺ ചെയ്യുന്നേ? എടാ, നീ എന്തിനപ്പ എന്നെ ഫോൺ ചെയ്യുന്നേ? ഇനി മേലാൽ എന്റെ കൺവെട്ടത്ത് വന്നു പോരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഫോൺ വെക്കടാ. ഇനി ഇങ്ങോട്ട് വിളിച്ച ഞാൻ കാണിച്ചു തരാം.